ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബിരിയാണി കഞ്ഞിയാണ്. ഇത് സാധാരണ നോയമ്പ് കാലത്ത് തയ്യാറാക്കുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കഞ്ഞിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കഞ്ഞിക്ക് വേണ്ടി ഞാനിവിടെ 1 കപ്പ് ജീരകശാല അരി നന്നായി കഴുകിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പകരം ബസ്മതി അരി ആയാലും നല്ലതാണ്. സാധാരണ പച്ചരി വേണേൽ ഉപയോഗിക്കാം, പക്ഷേ ജീരകശാല അരിയോ അല്ലെങ്കിൽ ബസ്മതി അരിയോ ആണെങ്കിൽ കഞ്ഞിക്ക് ആ ഒരു അരിയുടെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടും. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം. 1 കപ്പ് അരിയാണ്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ ചെറുപയർ ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്നുകിൽ ഇടികല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചാൽ മതി. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂണാണ്. ഇത് കഴുകിയതിന് ശേഷമാണ് നമ്മൾ കഞ്ഞിയിൽ ചേർക്കുന്നത്. അപ്പോൾ ഈ കഞ്ഞി ഞാനൊരു പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഒരു 5 ലിറ്ററിൻ്റെ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കാം, 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. അത് ചൂടാകുമ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ട, 6-7 ഗ്രാമ്പു, 4 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. സവോള കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. നിറം ഒന്നും മാറണ്ട, അത് നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. അതുവരെ വഴറ്റി കൊടുക്കാം. സവോള നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. 1 പച്ചമുളകും ചേർക്കാം. വീണ്ടും കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചൊവ ജസ്റ്റ് ഒന്ന് മാറണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ ജീരകവും ചേർക്കാം. നല്ല ജീരകമാണ് കേട്ടോ, നമ്മൾ തോരനൊക്കെ ചേർക്കുന്ന ജീരകം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം, ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ പൊടികൾ ചേർക്കണം. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർക്കാം. ഈ പൊടികളുടെ പച്ചച്ചൊവ ഒന്ന് മാറുന്നതുവരെ ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. പൊടികളൊന്ന് മൂത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു ചെറിയ തക്കാളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി വളരെ കുറച്ച് മതി. അപ്പോൾ ഒരു ചെറിയ തക്കാളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി എടുത്താൽ മതി. തക്കാളി ഇപ്പോൾ വെന്ത് സോഫ്റ്റ് ആവണമെന്നൊന്നുമില്ല, കാരണം നമ്മൾ കുക്കറിലാണല്ലോ വേവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അത് നന്നായിട്ട് അങ്ങ് വെന്തോളും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറികൾ ചേർക്കാം. 2 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും 4-5 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച 2 ടേബിൾ സ്പൂൺ ചെറുപയർ കഴുകിയെടുത്തതും അതുപോലെ അരി കുതിർത്ത് വെച്ചതും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് എണ്ണയിൽ അങ്ങനെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കഞ്ഞിയല്ലേ. അപ്പോൾ എന്തായാലും എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് വെന്തുടയും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. 1 കപ്പ് അരിക്ക് ഏകദേശം 4.5 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ 4.5 കപ്പ് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ പുതിനയില ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ, പക്ഷെ മല്ലിയില മാത്രം ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്കിനി അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിനും ഹൈ ഫ്ലെയിമിനും ഇടയിൽ വെച്ചിട്ട് 4 വിസിൽ വേവിക്കണം. 4 വിസിൽ കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക. കുക്കറിൻ്റെ പ്രഷർ ഫുള്ള് പോയതിന് ശേഷം തുറന്നാൽ മതി. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും അങ്ങനെ വെച്ചിട്ട് തുറന്നാൽ മതി. അപ്പോഴായിരിക്കും ചോറ് കറക്റ്റായിട്ട് വെന്ത് കിട്ടുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഞാനത് തുറക്കുവാണ്. കണ്ടോ, ഇതുപോലെ നല്ലതായിട്ട് വെന്ത് ഉടഞ്ഞിരിക്കണം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അതിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവായിരിക്കും. കണ്ടില്ലേ? ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് കഞ്ഞി എത്ര ലൂസാക്കണോ അതിനനുസരിച്ച് വെള്ളം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. ആദ്യം തന്നെ കുക്കറിലോട്ട് നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അരി വേവാനുള്ള വെള്ളം ഒഴിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തേക്കുമായിരുന്നു. ഇനി വീണ്ടും ഓൺ ചെയ്ത് ചെറിയ തീയിൽ വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ആദ്യം 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുവാണ്. കുറച്ച് തേങ്ങാപ്പാൽ ചേർത്താൽ കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ആദ്യം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം പിന്നെ കഞ്ഞി ലൂസാക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. ഈ സമയത്ത് ഒഴിക്കുന്ന വെള്ളം എപ്പോഴും നല്ല വെള്ളമായിരിക്കണം. നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തു. എന്തായാലും ഈ കഞ്ഞി കുറച്ചും കൂടി ഒന്ന് ലൂസാക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിനകത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിക്കും. ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുവാണ്. നല്ല വെള്ളമാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ കുറച്ച് കുറുകിയിരിക്കുന്ന പരുവാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി ലൂസാക്കണമെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി.
പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ കഴിക്കുന്നതിന് തൊട്ട് മുന്നേ മാത്രം ഈ തേങ്ങാപ്പാലും വെള്ളമൊക്കെ ചേർത്തത് ലൂസാക്കിയാൽ മതി. കാരണം ഇരിക്കും തോറും ഇത് കുറുകും, വറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആവശ്യത്തിന് വെള്ളം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഇതുപോലെ ലൂസാക്കുക. എന്നിട്ട് ആ ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കണം. ബിരിയാണി കഞ്ഞി റെഡി ആയിട്ടുണ്ട്. സാധാരണ ഒരു കഞ്ഞിയുടെ ടേസ്റ്റ് അല്ല കേട്ടോ ഇതിന്. നമ്മളൊരു ബിരിയാണിയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തിയുമാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാനും വളരെ നല്ലതാണ്. നോയമ്പ് സമയത്ത് മാത്രമല്ല, നമുക്ക് പെട്ടെന്ന് ഡിന്നറിനൊക്കെ തയ്യാറാക്കി കഴിക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ്. ഇത്രയും കഞ്ഞി ഏകദേശം 4 പേർക്ക് കഴിക്കാനുണ്ടാവും. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. അതുപോലെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.